all, welcome to Supernotes. RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ 31-ാം തീയതി, അതായത് ഈ മാസം 31-ാം തീയതിയാണ് വരുന്നത്. അപ്പൊ അതിനു മുന്നേ തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതാണ്, അത് ഏതൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഈ ഒരു ജോബിന്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ. അതിന്റെ കൂടെ തന്നെ ITI ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലോ നമുക്ക് ഈ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരിക. ഇതിന്റെ കൂടെ ഏജ് റിലാക്സേഷൻ നോക്കുമ്പോൾ 3 years OBCക്കും ആൻഡ് 5 years SC/STക്കും വരുന്നുണ്ട്. അതേപോലെ തന്നെ PWD, ആർമി, അതിനൊക്കെ പല തരത്തിലുള്ള ആ ഒരു ഏജ് റിലാക്സേഷനും വരുന്നുണ്ട്. ഏജ് റിലാക്സേഷൻ്റെതും ഏജ് ലിമിറ്റിന്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ പ്രിഫേർഡ് പോസ്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ ഇവരെ പ്രിഫർ ചെയ്യുന്ന സമയത്ത്, സ്ത്രീകൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന 4 കാര്യങ്ങളാണ് ഉള്ളത്. നേച്ചർ ഓഫ് ദ വർക്ക്, സേഫ്റ്റി, വർക്ക് ലൊക്കേഷൻ, കരിയർ ഗ്രോത്ത്. ഈ 4 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ. അതായത് ആ ഒരു ജോലിയിൽ ഒരുപാട് വെയിറ്റ് ലിഫ്റ്റിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അതൊരു ഇൻഡോർ വർക്ക് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ വർക്ക് സേഫ്റ്റി എന്ന് പറയുന്നതും. നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് ആവട്ടെ, കാര്യങ്ങളൊക്കെ അത് സേഫ് ആകട്ടെ, ആ ഒരു സംഭവങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. ആൻഡ് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം നമ്മൾ ആ ഒരു വർക്കിന് പ്രിഫർ ചെയ്യുക. പിന്നെ RRB സെൻട്രൽ ഗവൺമെന്റ് ആണ്, നമുക്കറിയാം. ഇന്ത്യയിൽ ഏതൊരു കോണിലും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്ന ഒന്നും കൂടെയാണ് നമ്മുടെ വർക്ക്, ആ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത്. പിന്നെ കരിയർ ഗ്രോത്ത്, നമ്മൾ ഒരു ഇൻഡിപെൻഡന്റ് വിമൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരീക്ഷ എഴുതുന്നതും ഈ ഒരു ജോലിയിലേക്ക് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫാമിലി, നമ്മുടെ ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് ഒക്കെ നമ്മൾ നോക്കുന്ന രീതിയിലുള്ള ആ ഒരു പെർഫെക്റ്റ് ജോബാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് സ്ത്രീകൾ മെയിൻലി നോക്കുക. അപ്പൊ ഈ 4 കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഈ പോസ്റ്റുകളും എത്ര വേക്കൻസി ഉണ്ട് എന്ന് ജസ്റ്റ് നോക്കാം. ആൻഡ് ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് പോസ്റ്റിൽ നോക്കുമ്പോൾ ട്രാക്ക് മെഷീൻ്റെ ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ എന്താണ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്, 600 വേക്കൻസീസ് വരുന്നുണ്ട്. അതുപോലെ ബ്രിഡ്ജിലാണെങ്കിലും എഞ്ചിനീയറിംഗ് 600 വേക്കൻസീസ് ആണ് വരുന്നത്. ട്രാക്ക് മെയിൻറ്റെയിനർ വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 11,000 വേക്കൻസീസ് ആണ് വരുന്നത്. അതേപോലെ അസിസ്റ്റന്റ് PY ആണെങ്കിൽ വീണ്ടും എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 300 വേക്കൻസീസും ആൻഡ് TRD ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട്, അവിടെ 800 വേക്കൻസീസും. ലോക്കോ ഷെഡ് ആണെങ്കിലോ 200ഉം ആൻഡ് അതുപോലെ തന്നെ ഓപ്പറേഷൻസ്, ഇലക്ട്രിക്കൽ ഓപ്പറേഷൻസ് ആണെങ്കിൽ 500 വേക്കൻസീസും വരുന്നുണ്ട്. ആൻഡ് TL ആൻഡ് AC ആണെങ്കിലോ അതും 500 വേക്കൻസീസ് ആണ് വരുന്നത്. CNW ആണെങ്കിൽ അത് മെക്കാനിക്കലിലാണ് അവിടെ ഡിപ്പാർട്ട്മെന്റ് വരിക, അവിടെ 1000 വേക്കൻസീസ് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റ്മാൻ B വരുന്നുണ്ട് അല്ലെ, അവിടെ ട്രാഫിക്കിലാ വരുന്നത്, അവിടെ എന്താണ് 5000 വേക്കൻസീസ് വരുന്നുണ്ട്. ആൻഡ് SNL ആണെങ്കിലോ അവിടെ 1500 വേക്കൻസി. അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 22,000 വേക്കൻസിയോട് കൂടിയാണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പോസ്റ്റ് ആണ്. ഇത് നമ്മൾ നോക്കുമ്പോൾ 600 വേക്കൻസീസ് ആയിരുന്നു നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മെയിൻലി ഇൻഡോർ വർക്ക്സ് ആയിരിക്കും ഇവിടെ വരിക. ഈ ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ തന്നെ ഹൈ പ്രൊമോഷൻ കിട്ടുന്ന ഒരു ജോബ് റോൾ ആണ് ഇതെന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് CNW, അവിടെയും അസിസ്റ്റന്റ് പോസ്റ്റ് ആണ്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ഇവിടെ കോച്ചസിന്റെയും വാഗൻസിന്റെയും എന്താണ് ഒരു മെയിൻ്റെനൻസും ആൻഡ് ആ ഒരു എൻവയോൺമെന്റൽ കൺട്രോളിംഗ് ആണ് അവിടുത്തെ വരുന്നത്. ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ ഇൻഡോർ വർക്ക് അറ്റ് റെയിൽവേ വർക്ക്ഷോപ്സ് ആണ് വരുന്നത്. ഇവിടെയും ഈ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റ് ആണ് ഈ അസിസ്റ്റന്റ് CNW പോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇനി വരുന്ന S&T, സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അതായത് സിഗ്നൽസും സിസ്റ്റംസും കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഹാൻഡ്ലിങ്, അതാണ് ഇവിടെ നമ്മുടെ ജോബ് നേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മിനിമൽ ആയിട്ടുള്ള ഫിസിക്കൽ വർക്ക് ആയിരിക്കും വരിക ആൻഡ് മോർ ടെക്നിക്കൽ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്ക്ഷോപ്പിൽ വരുന്ന TL ആൻഡ് AC, ഇലക്ട്രിക്കലിലാണ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിൻ്റെനൻസ് ഓഫ് ട്രെയിൻ, ലൈറ്റ്നിങ് ആൻഡ് എയർ കണ്ടീഷനിങ് പോലെയുള്ള ആ ഒരു വർക്ക്ഷോപ്പ് പരമായിട്ടുള്ള ജോലികളായിരിക്കും വരിക. ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് ഇൻഡോർ തന്നെയാണ്, ഇൻഡോർ എൻവയോൺമെന്റ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഒരു സ്റ്റഡി കരിയർ ഗ്രോത്ത് ആവശ്യമുള്ളവർക്ക് ഈ ഒരു ഇൻഡോർ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.
അതിനുശേഷം വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്. ഇവിടെ വർക്ക്ഷോപ്പ് ബേസ്ഡ് മെയിൻ്റെനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സേഫ്റ്റിയും ടെക്നിക്കൽ പരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നോക്കേണ്ടി വരുന്നത്. ആൻഡ് ഇവിടെയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പ്രൊമോഷൻ ആവട്ടെ, ഒരു സ്റ്റഡി കരിയർ ഗ്രോത്തിന് ആവശ്യമുള്ള ഒരു ജോലിയാണ് ഈ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 5 പോസ്റ്റുകൾ ഒന്നും കൂടെ പറയാം. അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ, ആൻഡ് CNW അത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ, അതുപോലെ തന്നെ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ TL ആൻഡ് AC എന്ന് പറയുന്നതും, ആൻഡ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ വർക്ക്ഷോപ്പ്, ആ അത്രയും അസിസ്റ്റന്റ് പോസ്റ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ല രീതിയിലുള്ള ഒരു സ്റ്റഡി കരിയർ ഗ്രോത്തിനും പ്രൊമോഷണൽ സാധ്യതയൊക്കെ ഉള്ള 5 പോസ്റ്റുകളാണ് ഈ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ 5 പോസ്റ്റുകളാണ് മെയിൻലി സ്ത്രീകള് ചൂസ് ചെയ്യുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ വേക്കൻസീസ് എത്രയുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ ഈ വേക്കൻസീസ് ഒക്കെ നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഈ 5 പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ബാക്കിയുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ ആ ഒരു ജോബ് സേഫ്റ്റി, നിങ്ങളുടെ ജോബ് നേച്ചർ, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് മോസ്റ്റ് പ്രിഫേർഡ് പോസ്റ്റുകൾ ആണ് അതെന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഏതൊരു പോസ്റ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ആ ഒരു കാര്യങ്ങൾ, അതായത് നമ്മുടെ ലൊക്കേഷൻ ആവട്ടെ, ജോബ് നേച്ചർ ആവട്ടെ, സേഫ്റ്റി ആവട്ടെ, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പിക്ക് ചെയ്തെടുത്ത 5 ജോബ് പോസ്റ്റുകളാണ് ഇത്. ആൻഡ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേക്കൻസി അനുസരിച്ച് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം. അതിന്റെ വേക്കൻസീസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ ഈ ഒരു പോസ്റ്റിനകത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻലി നോക്കുക ഈ കാര്യങ്ങളായിരിക്കും. അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാന്നുള്ളതും, ഒരു ഹൈ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതും, ആൻഡ് അതുപോലെ തന്നെ ഒരു ബെറ്റർ കരിയർ ഗ്രോത്ത്, അത് തന്നെയാണ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതല്ലേ. അപ്പൊ ഈ 3 കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ജോബില് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. ആൻഡ് നമുക്കറിയാം ഇത് 10th ലെവൽ പോസ്റ്റ് ആണ്, ഓക്കെ അത്രയും പഠിച്ചാൽ മതി, ITA അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലല്ലേ. പക്ഷെ അല്ല, അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് തന്നെ ഒത്തിരി പേര് എന്താണ് ഏജ് ഓവർ ആയിട്ട് ഇപ്പൊ എഴുതാൻ കഴിയാത്തവരുണ്ട്, അതുപോലെ എന്താ പഠിച്ചിട്ടും കിട്ടാത്തവരുണ്ട്. അപ്പം മാക്സിമം എന്താ ട്രൈ ചെയ്യുക. ഒരുപാട് പേര് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളും അതിന്റെ കൂടെ എന്താണ് കോമ്പീറ്റ് ചെയ്യാൻ പോവാണ്. ചുമ്മാ ഒന്ന് പഠിച്ച് അല്ലെങ്കിൽ നോക്കി പോയിട്ട് ചെയ്ത് വന്ന് ഓക്കെ കിട്ടുമെന്നുള്ള ജോലിയല്ല, നന്നായിട്ട് അതിന് വർക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സിന്റെ അശ്വ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. മെന്റർഷിപ്പ് ആവട്ടെ, PDF നോട്ട്സ് ആവട്ടെ, എല്ലാം നിങ്ങൾക്ക് ലൈവ് PYQ ഡിസ്കഷൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഏതൊരു പരീക്ഷയെ കുറിച്ചുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ആൻഡ് ഈ ഒരു ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നുണ്ടാകും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.